ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്നലെ വന്നിട്ട് ഞാൻ ഏകാദശിയുടെ ഒരു വീഡിയോ കണ്ടങ്ങനെ ഇരുന്ന് ബെഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ചാടി എഴുന്നേറ്റത് 10 മണിക്ക്. പിന്നെ വേഗം തന്നെ എഴുന്നേറ്റ് പിന്നെ പുട്ടും പരിപ്പുകറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്നലത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. വേറെ ഒന്നും അല്ലാട്ട് ഇന്ന് ദശമിയാണ്, നാളെ ഏകാദശിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോയമ്പ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ഏകാദശിയും എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വീടൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരി കാച്ചാട്ടോ ചെയ്തത്. റവ കാച്ചില്ലേ, ഇത് നമ്മൾ ഒരിക്കലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുള്ളൂ. ബാക്കിയുള്ള സമയം നമ്മൾ ഗോതമ്പോ റവയോ എന്തെങ്കിലും വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ മിതമായ ഭക്ഷണം, സിമ്പിളായിട്ടുള്ള ഫുഡൊക്കെ ആയിരിക്കും എന്ന് തുടങ്ങി 3 ദിവസവും. അപ്പോൾ വ്രതം ശരിക്കും ഏകാദശി നാളെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരിക്കലുമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തരി കാച്ചി. പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ളത് ഞാൻ ചോറ് വെച്ചു. പിന്നെ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കട്ടിപ്പരിപ്പില്ലേ, ശങ്കറിന് ഭയങ്കര ഇഷ്ടമാണ് കട്ടിപ്പരിപ്പ്. അപ്പോൾ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കി. പിന്നെ പപ്പടം വറക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ. പിന്നെ എന്താ പറയുക, നമുക്ക് ഏകാദശിയെ പറ്റി പറയാം. ഏകാദശി എടുക്കുന്നവരൊക്കെ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുന്ന ആൾക്കാരെയൊക്കെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതൊക്കെ കേൾക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അറിയാമല്ലോ, നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് നോൺ വെജൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഏകാദശി വരുന്ന ആ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ വെജിറ്റേറിയൻ ആയിരിക്കും എല്ലാവരും. വീട്ടിൽ നമ്മൾ നോൺ വെജ് കയറ്റത്തേ ഇല്ല കേട്ടോ. എല്ലാവരും അതുമായിട്ടൊക്കെ സഹകരിക്കും. ഞാനും മോനുമാണ് ഏകാദശി കറക്റ്റായിട്ട് എടുക്കുന്നത്. ഏട്ടൻ പുറത്തൊക്കെ ജോലിയായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഉപവാസമൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. ശങ്കരന് ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ശങ്കറിന് ഞാൻ ഗോതമ്പിൻ്റെ ഭക്ഷണം കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഏകാദശി എടുക്കാം. ശരിക്കും അരി ഗോതമ്പൊന്നും കഴിക്കാനായിട്ട് പാടില്ല. പക്ഷെ അവൻ ചെറുതല്ലേ, അപ്പോൾ അവന് ഞാൻ അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് ഗോതമ്പിൻ്റെ ഫുഡ് കൊടുക്കും. കാരണം അവരെ ആ ഒരു റൂട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒത്തിരി സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അത് പിന്നെ ബുദ്ധിമുട്ടാവും. പിള്ളേരത് പിന്നെ ഫോളോ ചെയ്യാതെ ആവും. അപ്പോൾ ആ വഴി ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ അങ്ങനെ ഗോതമ്പിൻ്റെ ഫുഡ് കൊടുത്തിട്ട് അവന് ഏകാദശി എടുക്കും. ഞാൻ മിക്കവാറും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചു. അതെൻ്റെ അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി നാളെ ഏകാദശിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ.